ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പലരുടെയും ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ്. ബ്യൂട്ടീഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫേഷ്യലിനെ പറ്റിയിട്ട്. ഫേഷ്യൽ ചെയ്താൽ നല്ലതാണോ, ഫേഷ്യൽ നമുക്ക് സൈഡ് എഫക്റ്റ് വരുമോ, ഫേഷ്യൽ ചെയ്താൽ എന്താ, ഫേഷ്യൽ ചെയ്താൽ ഫേസ് വെളുക്കുമോ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്ത ആരും ഇന്നീ കാലത്തില്ല. അത് ജെൻസ് ആയാലും അതെ, ലേഡീസ് ആയാലും അതെ, എല്ലാവർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഫേഷ്യൽ. ഓക്കെ, ഫേഷ്യലിനെ പറ്റി നമുക്ക് പറയാം. ഫേഷ്യൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഫേഷ്യൽ ചെയ്താൽ ഫേസ് നന്നായിട്ട് വെളുക്കുമോ. ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ ഫേസ് വെളുപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. നോർമൽ ആയിട്ട് പറഞ്ഞാൽ ഫേഷ്യൽ ഫേസിന് ഒരു റിലാക്സേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ്, അല്ലാണ്ട് വെളുപ്പിക്കുന്ന ട്രീറ്റ്മെന്റ് അല്ല. സ്കിൻ കെയർ ട്രീറ്റ്മെന്റും കൂടിയാണ് ഫേഷ്യൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ വന്നത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പറഞ്ഞിട്ടൊരു ആളുണ്ട്. ആ ആള് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാനും സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു 20 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആ കൊളാജൻ പറഞ്ഞ ആളുണ്ടല്ലോ, അത് നമ്മുടെ ടൈറ്റ് ആക്കണതും സ്ട്രോങ് ആക്കണതും പതുക്കെ കുറയും. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേഷ്യൽസ് ചെയ്യുന്നത്. ഫേഷ്യൽസ് ചെയ്യുമ്പോൾ മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൊളാജൻ എന്താവും, പ്രൊഡക്ഷൻ കൂടും. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എന്താവും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് കാര്യങ്ങൾ, അതായത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുമാത്രമുള്ള ഡേർട്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനും അതുകൂടാണ്ട് മസിൽസിനെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഫേഷ്യൽ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫേഷ്യലിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടി. ഇനി ഫേഷ്യൽ ഏത് വയസ്സ് മുതൽ ചെയ്യാൻ പറ്റും, ഏത് വയസ്സ് വരെ ചെയ്യാൻ പറ്റും, എത്ര വയസ്സായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ്. ഫേഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 ഇയേഴ്സ് ആയ ആൾക്കാർക്ക് മുതലാണ് തുടങ്ങുന്നത്. 18 ഇയേഴ്സ് അല്ല, അതിന് മുന്നുള്ള 17, 16, 15 വയസ്സുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഫേഷ്യൽ ചൂസ് ചെയ്യാതിരിക്കുക. അവർക്ക് ക്ലീനപ്പ് ചെയ്ത് കൊടുക്കുക, നോർമലായിട്ടൊരു ക്ലീനപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അവർ പറയുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഡീറ്റാനോ ബ്ലീച്ചോ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്ലീച്ച് പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ ബ്ലീച്ച് ചെയ്യാണ്ടിരിക്കുക. കാരണം ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കാനും പിന്നെ അതുമാതിരി സ്കിന്നൊക്കെ പൊട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി ഡീറ്റാൻ ചൂസ് ചെയ്യുക എല്ലാവരും. ഡീറ്റാൻ ആണെങ്കിൽ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആവും. ഡീറ്റാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ടാന് പോവില്ല. ടാൻ അവിടെ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഏറ്റവും നല്ലത് മുന്നേ ഡീറ്റാൻ ചെയ്തിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യാം. മുന്നേ മീൻസ് 2 ദിവസം മുന്നേ അല്ല കേട്ടോ, നിങ്ങൾ എപ്പോഴാണോ ഫേഷ്യൽ ചെയ്യുന്നത് അതിൻ്റെ അവരോട് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഡീറ്റാൻ ചെയ്തിട്ട് പിന്നെ ഫേഷ്യൽ ചെയ്യാം. അത് ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് പല തരത്തിലുള്ള ഫേഷ്യൽസ് അവൈലബിൾ ആണ്. ഞാനൊരു കുറച്ച് ഫേഷ്യൽസിന്റെ പേര് പറയാം. നോർമൽ ഫേഷ്യൽ, അതുമാതിരി ഡയമണ്ട്, ഗോൾഡൻ ഫേഷ്യൽ, പേൾ ഫേഷ്യൽ, വൈറ്റനിങ് ഫേഷ്യൽ, പിന്നെ അതുമാതിരി ബ്രൈറ്റനിങ് ഫേഷ്യൽ, വൈറ്റമിൻ സി, O3, അങ്ങനെ പല ടൈപ്പ്. ഓരോ ഡിപ്പെൻഡ് സലൂണാണ്. ഓരോ സലൂണിൽ പല പല തരത്തിലുള്ള ഫേഷ്യൽസ് വരും. പിന്നെ ഹൈഡ്ര ഫേഷ്യൽ, അങ്ങനെ കുറേ മെഷീൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേഷ്യൽസും വരുന്നുണ്ട്. അതിനൊക്കെ പിന്നെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് വരും, കുറച്ച് കൂടുതലാവും. നോർമൽ ഫേഷ്യൽസ് ഈ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ചെയ്യുക. എത്ര കൂടുമ്പോഴാണ് ഫേഷ്യൽ ചെയ്യാന്ന് ചോദിക്കുന്നവർക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യൽ ചെയ്ത് ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച കഴിഞ്ഞാൽ മേലത്തെ ആഴ്ച അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ശരിക്കും നമ്മളൊരു 30 to 45 ഡേയ്സിന് ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, ഫേഷ്യൽ ചെയ്യേണ്ടത്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്കിന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ആർക്കാണ് ഫേഷ്യൽസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ട്. അതായത് റെഡ് കളറുള്ള പിമ്പിൾസ് കുരുകുരാ കുറേ ഉണ്ട്. ആ സ്കിൻ ടൈപ്പ് ഒരിക്കലും ഫേഷ്യൽ ചൂസ് ചെയ്യാണ്ടിരിക്കുക. അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരെന്താണോ പറയണത് അതിനനുസരിച്ച് ചെയ്യുക. ഒരിക്കലും ഒരു സലൂണിൽ പോയി ഫേഷ്യൽ ചെയ്യരുത്. ഓക്കെ, കൂടുതലായിട്ട് പിമ്പിൾസ് വരാനും പിന്നെ അതുമാതിരി ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പറയുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഫേഷ്യൽസിന് ഒരു നോർമലായിട്ട് ഒരു 5-6 സ്റ്റെപ്സ് എന്തായാലും ഉണ്ട്. ഡിപ്പെൻഡ് പ്രൊഡക്ട്സിലാണ്. ചില പ്രൊഡക്ട്സിന് ഒരു 6, 7, 8 ഒക്കെ സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫേഷ്യലിന്റെ കിറ്റിൽ ഉണ്ടാവും അതൊക്കെ എങ്ങനെയാണ് ഏതാന്നൊക്കെ. ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു സൈഡ് എഫക്റ്റും വരില്ല. ഓക്കെ, അത് ആദ്യത്തെ കാര്യം. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ സൈഡ് എഫക്റ്റ് വരാത്തുള്ളൂ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റാത്തത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നർക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിങ്ങും ബേണിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ചിലർക്ക് ഇവിടെ റെഡിഷ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് സലൂണിലുള്ള ആളായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക. 30 എബോവ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ക്ലീനപ്പ് അത് അവോയ്ഡ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യാം. ഏജ് കൂടുന്ന
തോറും നമ്മുടെ കൊളാജൻ കുറയും. അപ്പം നിങ്ങൾ പരമാവധി ഫേഷ്യൽ മാത്രം ചെയ്യാൻ നോക്കുക. ഓക്കെ, മസാജ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ഫേഷ്യൽ മാത്രം ചെയ്യും. 1 മണിക്കൂർ 1.25 മണിക്കൂറാണ് നമ്മുടെ ഫേഷ്യലിന്റെ സമയം. പിന്നെ മെഷീൻ ഫേഷ്യൽസ് ആണെങ്കിൽ കുറച്ച് നേരം ടൈം എടുക്കും. ഓക്കെ, നോർമൽ ഫേഷ്യൽസ് ഈ 1 മണിക്കൂറാണ് വിത്ത് ഡീറ്റാൻ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങും. ആ 1 മണിക്കൂർ നിങ്ങൾ റിലാക്സ് ആയി കിടന്നുറങ്ങും. എന്നിട്ട് ഉറങ്ങി നീച്ച സമയത്ത് ഫേസ് നന്നായിട്ട് വെളുത്തിട്ടുണ്ടാവും. വെളുക്കുക മീൻസ് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ബ്രൈറ്റ് ആക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെളുത്തു, ഞാൻ സെറ്റായി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ ഫേസ് ക്ലീനായി, നന്നായിട്ട് ക്ലീനായി, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയി, നല്ല ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയി. ഓക്കെ, അപ്പോൾ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഫേസ് ഒന്ന് ഡള്ളായി, ആകെ കറുത്തു, ആകെ കരിവാളിച്ചു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആ സലൂണിന് എന്ത് പറയും? കുറ്റം പറയും. ഈ സലൂൺ ഇവിടുന്ന് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്, അവിടുന്ന് ചെയ്തിട്ടാണ് അങ്ങനെ വന്നത്, സർവീസ് മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു, പൈസ വെറുതെ പോയി എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അതല്ല വേണ്ടത്. നിങ്ങൾ ആ ഫേഷ്യൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ആഫ്റ്റർ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ ഏതാണോ അതിനേക്കാളും ഒന്നുകൂടി ഡൾ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സർവീസ് ചെയ്ത ആ ഒരു സ്റ്റാഫിനോട് നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ പറയുക ഏതൊക്കെ പ്രൊഡക്റ്റാണ് എൻ്റെ ഫേസിന് പറ്റുക, ഏത് മോയ്സ്ചറൈസറാണ് എൻ്റെ സ്കിന്നിന് പറ്റുക, ഏത് സൺസ്ക്രീനാണ് സ്കിന്നിന് പറ്റുക, ഏതൊക്കെ ക്രീം യൂസ് ചെയ്യാന്നൊക്കെ നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒരുവിധം അവർക്ക് കുറച്ച് നോളേജ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക. ഇന്നത് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, ഇന്നത് ചെയ്ത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ലോക്കൽ പ്രൊഡക്ട്സ് നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതും നമ്മുടെ ഫേസ് ആണ് ഒരാൾ പെട്ടെന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ ആ സ്കിന്ന് നമുക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് ആക്നീസ് ഒന്നും ഇല്ലാണ്ട് കാണുന്ന ആരായാലും ആഗ്രഹിക്കും. പക്ഷേ എൻ്റെ സ്കിൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പാടൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ ലേറ്റ് കാരണം കാണാത്ത അവിടെ ഒരു പിമ്പിളൊക്കെ വരുന്നുണ്ട് കണ്ട. ചിലർക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും, ചിലർക്ക് പീരിയഡ്സ് ടൈം ആകുമ്പോൾ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചിലർക്ക് ജനറ്റിക് ആയിട്ട് വരുന്നത് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മളത് വിഷയമാക്കണം. പക്ഷെ എന്നാലും നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആഫ്റ്റർ കെയർ ചെയ്യേണ്ടത്? ആഫ്റ്റർ കെയർ എന്തൊക്കെ ചെയ്യണം? ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുമോ, സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ നിങ്ങൾ ഫേഷ്യൽ ആയാലും ക്ലീനപ്പ് ആയാലും ചെയ്തതിന് ശേഷം ഒരു 8 hours നിങ്ങൾ എന്ത് ചെയ്യുക? മേക്കപ്പ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ലിപ്സ്റ്റിക്ക് കണ്ണൊക്കെ ഇടാം, ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ടാൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ സണ്ണിൽ നിന്ന് മാത്രമല്ല നമുക്ക് ടാൻ വരുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ടാൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ SPF 50 മേടിക്കാൻ നോക്കുക. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഫേഷ്യൽ ചെയ്തിട്ട് അവർ അപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഉടനെ ഒരു സിറോ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനോ യൂസ് ചെയ്ത് തരും. പിന്നെ ഡെയിലി എന്ത് ചെയ്യുക? സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. വെയിൽ പരമാവധി 2 ദിവസം കൊള്ളാണ്ടിരിക്കുക. പരമാവധി വെയിലിന് അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ പിന്നെ മഴക്കാലമായിട്ട് നമുക്ക് കുഴപ്പമില്ല, ബട്ട് വെയിലത്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്ത സമയത്ത് ചെയ്ത അന്നും പിറ്റേ ദിവസമായിട്ട് ഫേസ് വാഷ് അവോയ്ഡ് ചെയ്യുക. നോർമൽ വാട്ടർ കൊണ്ട്, തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും ബെറ്റർ, വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസും വരില്ല. എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരുന്നാൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ അതൊന്ന് ഫോളോ ചെയ്യാം. അത്രേ ഉള്ളൂ. ഫേഷ്യലിനെ പറ്റിയിട്ട് വലിയ പേടിക്കാനുള്ള കാര്യങ്ങളോ, ഫേഷ്യൽ ചെയ്ത പിമ്പിൾസ് വരുമോ, ഫേഷ്യൽ ചെയ്ത സൈഡൊക്കെ മുറിയാവുമോ, സൈഡ് എഫക്ഷൻ വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ സ്കിന്നനുസരിച്ച് ചെയ്യാൻ നോക്കും. ഇനി നിങ്ങൾക്ക് ഫേഷ്യലല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി ഫേഷ്യൽ ആദ്യമായിട്ട് ചെയ്യുന്നവരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും എല്ലാവർക്കും പറ്റിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. അപ്പോൾ കേസ് ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല, ബെൽ ബട്ടൺ അമർത്തിക്കൊള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.